അനാഥ ബാല്യത്തിന്റെ അരക്ഷിതത്വത്തിൽ നിന്ന് ഉന്നത ഉദ്യോഗത്തിന്റെ അധികാര കസേരയിലേക്കുള്ള ഉയർച്ച. റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ബി അബ്ദുൽ നാസർ IAS ജീവിതം ആർക്കും പ്രചോദനമേകുന്ന ഒന്നാണ്. ജൂലൈ 1 ഒരു അനാഥ ബാല്യത്തിന്റെ ആത്മകഥം എന്ന പുസ്തകം പറയുന്നത് നിശ്ചയദാർഢ്യത്തിന്റെ ആ ജീവിത കഥയാണ്. ആത്മകഥാംശമുള്ള ഈ പുസ്തകം എഴുത്തിന്റെ വഴിയിൽ അബ്ദുൽ നാസറിന്റെ ആദ്യ ചുവടാണ്. സ്വന്തം ജീവിതം അക്ഷരങ്ങളിലേക്ക് പകർത്തിയതിന് പിന്നിൽ ലക്ഷ്യം ഒന്നു മാത്രം. ഇല്ലായ്മകളിൽ ഞെട്ടറ്റ് പോകുന്ന കുരുന്നു ബാല്യങ്ങൾക്ക് പ്രതീക്ഷയാകണം. ദുരിതക്കടൽ നീന്തിക്കടക്കാൻ അത് അവർക്ക് പ്രചോദനമാവണം. തലശ്ശേരിയിലെ പ്രമുഖ തറവാട്ടിലായിരുന്നു ജനനം. 5-ാം വയസ്സിൽ പിതാവ് അബ്ദുൽ ഖാദർ മരിച്ചതോടെ അനാഥത്വത്തിന്റെ അരക്ഷിതാവസ്ഥയിലായി. വീടുകളിൽ ജോലി ചെയ്ത് 6 മക്കളുടെ പട്ടിണി അകറ്റിയ മാതാവ് മാഞ്ഞുമ്മ കൂട്ടത്തിൽ ഇളയവൻ അബ്ദുൽ നാസറിനെ തലശ്ശേരി ദാറുസ്സലാം യതീംഖാനയിലാക്കി. അവിടെ നിന്ന് ചാടിപ്പോകാൻ ശ്രമിച്ചപ്പോഴെല്ലാം പഠിക്കണം, നല്ലൊരു ജീവിതം നേടണമെന്ന ഉമ്മയുടെ വാശിയാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അബ്ദുൽ നാസർ പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്നു. 10ാം തരം വരെ ദാറുസ്സലാം യതീംഖാനയിലായിരുന്നു. തുടർ പഠനം വാടാനപ്പള്ളി ഓർഫനേജ് ഇസ്ലാമിക് കോളേജിലായിരുന്നു. 1994 ഹെൽത്ത് ഇൻസ്പെക്ടറായി സർവീസിൽ കയറി. 2006 സ്റ്റേറ്റ് സിവിൽ സർവീസ് എക്സിക്യൂട്ടീവ് പരീക്ഷ പാസ്സായി ഡെപ്യൂട്ടി കളക്ടറായി. 2012 IAS ആയി സ്ഥാനക്കയറ്റം ലഭിച്ചത്. ഇന്ത്യ കണ്ട IASകാരിൽ പ്രമുഖനായ അമിതാഭ് കാന്ത് തലശ്ശേരി സബ് കളക്ടറായിരുന്ന കാലത്ത് ദാറുസ്സലാം യതീംഖാനയിൽ അന്തേവാസികളിൽ ഒരാളായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അബ്ദുൽ നാസർ. അമിതാഭ് കാന്ത് യതീംഖാനയിൽ സന്ദർശിച്ചപ്പോൾ മുളപൊട്ടിയതാണ് അബ്ദുൽ നാസറിന്റെ IAS മോഹം. അത് പൂർത്തിയാക്കി ആത്മകഥ എഴുതിയപ്പോൾ അവതാരിക എഴുതിയത് മറ്റാരുമല്ല, അമിതാഭ് കാന്ത് തന്നെ. പ്രതിലോമ സാഹചര്യത്തിൽ നിന്ന് അബ്ദുൽ നാസർ നേടിയ വിജയം എല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ് എന്ന് പുസ്തകത്തിന് മുഖക്കുറിപ്പെഴുതിയ പ്രമുഖ എഴുത്തുകാരൻ M. മുകുന്ദൻ സാക്ഷ്യപ്പെടുത്തുന്നു. അനാഥാലയത്തിൽ നിന്ന് കളക്ടറായ ആളുടെ ആത്മകഥയുടെ പ്രകാശനം തിരുവനന്തപുരം ചിൽഡ്രൻസ് ഹോമിലാണ് നടന്നത് എന്നതും ശ്രദ്ധേയമായി. പുസ്തകത്തിന്റെ പ്രകാശനം IMG ഡയറക്ടർ K. ജയകുമാറും ചീഫ് സെക്രട്ടറി V. വേണുവും സംയുക്തമായി പ്രകാശനം ചെയ്തു. പുസ്തകം കയ്യിലെടുത്തവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തലക്കെട്ടിലെ ജൂലൈ 1 എന്താണ്? അതിനുവേണ്ടിയിലെ സസ്പെൻസ് പുസ്തകം വായിച്ചു തന്നെ അറിയൂ എന്നാണ് ഗ്രന്ഥകാരന്റെ മറുപടി.